തുറന്നിട്ട ജാലകത്തിലൂടെ ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും നിത്യമായ വഴിയിലേക്ക് നോക്കിയിരിക്കുന്നതിനിടയ്ക്ക് ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ചില വർഷങ്ങളുണ്ട്. 1983 അങ്ങനെയൊന്നാണ്. ക്രിക്കറ്റിൻ്റെ കുരുക്ഷേത്രം കഴിഞ്ഞതേയുള്ളൂ. ഭാരതീയ സംസ്കാരത്തിൻ്റെ തൂണിൽ ചാരി നിന്നുകൊണ്ട് എന്താഗ്രഹിച്ചാലും സാധിക്കുമെന്ന് ഒരു കൂട്ടം ആത്മീയവാദികൾ പറഞ്ഞിരുന്നു. ക്രിക്കറ്റിൽ ഇന്ത്യ ജേതാക്കളായി. എന്നാൽ അരൂർ എന്ന ഗ്രാമത്തിൻ്റെ സ്ഥലവേരുകളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ 1983 വേറെ ചില പ്രാധാന്യം കൂടിയുണ്ട്. അരൂരിലും ആ വർഷം ആഘോഷമായിരുന്നു. അത് ഓണത്തിൻ്റെയോ ഉത്സവാഘോഷങ്ങളുടേതോ ആയിരുന്നില്ല. പിന്നെയോ മർച്ചദേരിയൻ എന്ന സവിശേഷ സമ്പ്രദായമനുസരിച്ച് ഒരു കൂട്ടം സിസ്റ്റർമാർ ഒരു സ്കൂൾ ആരംഭിച്ചത് ആ വർഷത്തിലാണ്. അവിടുത്തെ ബോധന സമ്പ്രദായം പ്രശാന്തമായ വിനിമയങ്ങളുടേതായിരുന്നു. റോമിൽ നിന്നുള്ള മർച്ചദേരിയൻ ഓർഡർ എല്ലാ കാര്യത്തിലും അനുസരിച്ചിരുന്നു. അവർ ലേഡി ഓഫ് മേഴ്സി സ്കൂൾ എന്ന വിദ്യാലയം വിജ്ഞാനത്തിന്റെ വ്യാപനശേഷി കൊണ്ട് ജനകീയമാവുകയായിരുന്നു. ഒരു വിദ്യാലയ അന്തരീക്ഷത്തിന്റെ നിലവുകളെ എതിരേൽക്കുന്ന ഒരു പ്രമാണം ആദ്യമായി അവതരിപ്പിച്ചത് സിസ്റ്റർ ഫിലോമിനയായിരുന്നു. നിരന്തരമായ പരിശ്രമത്തിനൊടുവിലാണ് മേഴ്സി സ്കൂൾ എന്ന അനുഭവ സാകല്യത്തിലേക്ക് അവർ അടുത്തത്. മേഴ്സി സ്കൂൾ കൊച്ചി രൂപതയുടെ കീഴിലായിരുന്നു. സ്കൂളിന്റെ ഏത് ആവശ്യത്തിനും രൂപത മുൻകൈ എടുത്തിരുന്നു. അരൂരിൽ ആംഗലേയ വിജ്ഞാനത്തിന്റെ ഒരു പുതിയ സംവേദനശീലം ശരിയായ അർത്ഥത്തിൽ രൂപപ്പെട്ടു വന്നത് 80കളിലാണെന്ന് പറയാം. പുതിയ സമയത്തിൽ ഉയർന്നു വന്ന പാശ്ചാത്യ ശാസ്ത്രത്തിലും ഇംഗ്ലീഷ് ഭാഷയിലൂന്നിയ ജ്ഞാനാന്തര സമസ്യകൾ വിതരണം ചെയ്യുന്നതിലൂടെ ഒരു സമാന്തര അധ്യയന സമ്പ്രദായം രൂപപ്പെടുത്തുകയായിരുന്നു മേഴ്സി സ്കൂൾ. മലയാളിയുടെ സാക്ഷരതാ നിരക്ക് 90% കഴിഞ്ഞ 80കളിൽ മേഴ്സി സ്കൂൾ ഒരു ചുവടുകൂടി മുന്നോട്ട് വെച്ചു. 2003 ചന്ദ്രൂരും കൂടി ഒരു വിദ്യാലയം സ്ഥാപിച്ചു. ദേശത്തിന്റെ സാംസ്കാരിക ആവശ്യങ്ങളെ ചർച്ചയ്ക്കെടുക്കുന്നത് കൊണ്ടും ജനകീയ ഇടപെടലുകളുടെ മൂല്യപരിസരം ഉൾക്കൊള്ളുന്നത് കൊണ്ടുമാണ് ഇത് സാധിക്കുന്നത്. ആദ്യമായി നഴ്സറി തുടങ്ങിയപ്പോൾ അത് കോൺവെന്റിനോട് ചേർന്നിരുന്നു. പിന്നീട് അവർ ലേഡി ഓഫ് മേഴ്സി സ്കൂളായി വളർന്നപ്പോഴും കോൺവെന്റ് അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്തു. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ അധ്യയനത്തിലും ശിശു സംവാദങ്ങളിലും അവരുടെ വിനോദ രൂപങ്ങളിലും ഒരുപോലെ ശ്രദ്ധ വയ്ക്കുവാൻ
സിസ്റ്റർമാർക്ക് കഴിഞ്ഞു. മെർച്ചദേരിയൻ ഓർഡർ അരൂർ മാത്രമല്ല തുടർന്നു പോകുന്നത്. ഊട്ടി, ബാംഗ്ലൂർ, അമേരിക്ക എന്നിവിടങ്ങളിലും വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. കലാകായിക വിനോദങ്ങളുടെ മൂല്യം നിർണ്ണയിക്കുന്നതിലും അവയ്ക്ക് പുരസ്കാരങ്ങൾ നിശ്ചയിക്കുന്നതിലും മാത്രമല്ല, സിലബസിൽ ഉൾപ്പെടുത്തി പാഠ്യവിഷയമാക്കുന്നതിലൂടെ കലാകായിക ധാരണകൾ ഉറപ്പിച്ചെടുക്കുന്നതിലും ഈ സ്ഥാപനങ്ങൾ ഇന്നും തുടർന്നു പോരുന്ന നയവും സമീപനവും വരേണ്യതയുടേതാണ്. അങ്ങനെ അരൂരും മേഴ്സി സ്കൂളും ഒരുപോലെ വളർന്നു വികസിച്ചു. മേഴ്സി സ്കൂളിന്റെ ഒരു കഴിഞ്ഞ കാലം നിങ്ങൾ കണ്ടില്ലേ? ഇനി ഇന്ന് മേഴ്സി സ്കൂൾ എങ്ങനെയുണ്ടെന്ന് കാണണ്ടേ? വളരെ പെട്ടെന്നായിരുന്നു മേഴ്സി സ്കൂളിന്റെ വളർച്ച. സംസ്ഥാനത്ത് ICC സിലബസിൽ മുന്നിൽ നിൽക്കുന്ന സ്കൂളുകളിൽ മേഴ്സി സ്കൂളിനും ഒരു സ്ഥാനമുണ്ട്. 1983 തുടങ്ങിയ സ്കൂൾ 1992 ICC സിലബസ് തുടങ്ങിയത്. പിന്നീട് 2003 ഈ സ്കൂൾ ISC സിലബസ് കൂടി സ്വന്തമാക്കി. പല കോമ്പറ്റീഷനിലും മേഴ്സി സ്കൂളിലെ കുട്ടികൾ ഒരുപാട് തവണ ഓവറോൾ ചാമ്പ്യൻഷിപ്പുകൾ നേടിയിട്ടുണ്ട്. കഴിവത്തവരാണ് മേഴ്സി സ്കൂളിലെ കുട്ടികൾ. അതായത് ഡ്രോയിങ്, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, ക്രിക്കറ്റ്, അങ്ങനെ. അന്ന് 83 അധിക സൗകര്യങ്ങളൊന്നുമില്ലാതെ തുടങ്ങിയ സ്കൂൾ ഇന്ന് വലിയ സൗകര്യങ്ങളോടുകൂടി നിലകൊള്ളുന്നു. കുട്ടികളുടെ കഴിവിനനുസരിച്ച് ഓരോരോ ആക്ടിവിറ്റീസും ഇവിടെ നടത്തിക്കൊണ്ടു പോകുന്നു. അതിനായി ഇംഗ്ലീഷ് ക്ലബ്, മാത്സ് ക്ലബ്, സോഷ്യൽ ക്ലബ്, സയൻസ് ക്ലബ്, ഇക്കോ ക്ലബ് തുടങ്ങിയവ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വായിച്ചു വളരാൻ ലൈബ്രറി, പരീക്ഷിക്കാൻ കെമിസ്ട്രി ലാബ്, ഫിസിക്സ് ലാബ്, പഠിച്ചു രസിക്കാൻ കമ്പ്യൂട്ടർ ലാബ്. ഇനി പരീക്ഷയ്ക്കാണെങ്കിൽ പ്രത്യേകം തയ്യാറാക്കിയ എക്സാം ഹാൾ, അതിവിശാലമായ ഓഡിറ്റോറിയം, പാർക്ക്, ക്രിക്കറ്റ് ഗ്രൗണ്ട്, അങ്ങനെ ഒരു നല്ല സ്കൂളിന് വേണ്ട കാര്യങ്ങളെല്ലാം
ഇന്നും മേഴ്സി സ്കൂളിനുണ്ട്. ഈ വിദ്യാലയം സ്ഥാപിതമായിട്ട് 29 വർഷങ്ങൾ തികയുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് കൂടുമ്പാവുന്നവർ വളരെയേറെയാണ്. വളരെയേറെ ചിന്തകളോടും പ്രവൃത്തികളോടും ദീർഘവീക്ഷത്തോടും കൂടി ഇതിനെ മെനഞ്ഞെടുത്ത് ഈ നാടിനും നാട്ടുകാർക്കും വളരെ പ്രധാനപ്പെട്ടതായി തീർന്നിരിക്കുന്നു ഈ വിദ്യാലയം. മേഴ്സി സ്കൂളിൽ നിന്ന് പുതുമയുടെ സമ്മാനങ്ങൾ സമ്മാനിച്ച റിയ കലാധരനും സഹോദരി നിസ കലാധരനെയും ഈ അവസരത്തിൽ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അരൂർ നിവാസിയും സ്കൂൾ സെക്രട്ടറിയും മാത്രമല്ല വർഷങ്ങളുടെ പരിചയം കൊണ്ട് ഈ സ്കൂളിനെ നന്നറിയാവുന്ന അഗസ്റ്റിൻ കട്ടിക്കാട്, നമ്മുടെ അഗസ്റ്റിൻ സാർ ഇങ്ങനെ പറയുന്നു. ഞാൻ ഇവിടെ വന്നത് 99-ലാണ്. പിന്നിട്ട അത്ഭുതകരമായ 15 വർഷങ്ങളിലേക്ക് കണ്ടുപിടിക്കുമ്പോൾ വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞ വർഷങ്ങളായിരുന്നു അവയെല്ലാം. ഓർത്തിരിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാം ഇന്നലെ കഴിഞ്ഞു പോയ സംഭവങ്ങൾ പോലെ ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ തങ്ങി നിൽക്കുന്നു. ഈ വിദ്യാലയം എന്നും എനിക്ക് പ്രിയപ്പെട്ടതാണ്. അരൂർ നിവാസികൾക്ക് മാത്രമായിട്ട് ഒരു നല്ല വിദ്യാലയമെന്നാണ് അന്നൊക്കെ ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇന്നത് അതിനുമൊക്കെ എത്രയോ വലുതായിരിക്കുന്നു. ഈ വിദ്യാലയത്തിൻ്റെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. ഇതെല്ലാം വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുവാനും അതിൽ അല്പം മാത്രം പങ്കാളിയാകാൻ കഴിഞ്ഞതും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മഹത്തായ ഭാഗ്യമായി കരുതുന്നു. മേഴ്സി സ്കൂളിനെ പറ്റി പറയുമ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കും സാറുമാർക്കും 1000 നാവാണ്. അതുകൊണ്ട് തന്നെയാണ് സാർ ഇപ്പോൾ പറയുന്നത് ഒരല്പം കട്ട് ചെയ്ത് വേണ്ടി വന്നത്. 2002 ഷിമോഗയിൽ ദേശീയ അടിസ്ഥാനത്തിൽ നടന്ന ശാസ്ത്ര നാടകത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചു പോയത് മേഴ്സി സ്കൂളായിരുന്നു. ഈ നാടകത്തിന് തന്നെ 1ാം സമ്മാനം ലഭിക്കുകയും ചെയ്തു. എന്നെന്നും വേറിട്ട് നിൽക്കുന്ന മേഴ്സി സ്കൂളിൻ്റെ ചില ഉൾക്കാഴ്ചകളിലേക്ക്.
സ്കൂൾ ആരംഭം മുതൽ 100 മേനി വിജയമായി ഇന്നും മേഴ്സി സ്കൂൾ തിളങ്ങി നിൽക്കുന്നു. ഇതിനായി ഞങ്ങളുടെ പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിസി ചാലവീട്ടിൽ അക്ഷീണം ഇന്നും പ്രവർത്തിക്കുന്നു. ഒരു കുട്ടി പോലും തനിക്ക് അന്യനല്ല എന്ന ബോധ്യം സിസ്റ്ററിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും നിഴലിച്ചു കാണുന്നു. എല്ലാവരെയും ഒരുപോലെ കാണുവാനുള്ള സിസ്റ്ററിൻ്റെ മനസ്സാവണം ഈ സ്കൂളിൻ്റെ വിജയരഹസ്യം. മേഴ്സി സ്കൂൾ അക്കാദമിക് തലങ്ങളിലും മറ്റു മേഖലകളിലും തിളങ്ങി നിൽക്കുന്നു. പഠനകാര്യത്തിലും പാഠ്യേതര കാര്യത്തിലും കഠിന പ്രയത്നത്തിലൂടെ മികവ് തെളിയിച്ച മേഴ്സി സ്കൂൾ 2003 ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തപ്പെട്ടു. ഈ സ്കൂളിൻ്റെ വിജയ തേജസ്സിന് തിളക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്ന മാനേജർമാരായ സിസ്റ്റർ ജെറി, സിസ്റ്റർ ജയമ്മ എന്നീ പ്രഗത്ഭരായ മാനേജർമാരെയും സ്വന്തം മക്കളെന്ന പോലെ കുട്ടികളെ സ്നേഹിച്ചു പഠിപ്പിക്കുന്ന സിസ്റ്റർ സബീന, സിസ്റ്റർ സിന്ധു, മറ്റ് സിസ്റ്റർമാർ മേഴ്സി സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് മാറ്റാനാവാത്ത മുതൽക്കൂട്ടാണ്. മേഴ്സി സ്കൂളിലെ സാറുമാരെയും ടീച്ചർമാരെയും പ്രത്യേകം സ്മരിച്ചുകൊണ്ട് ഈ ഡോക്യുമെൻ്ററി ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തോടു കൂടെ You're my honey bun, sugar plum, pumpy umby umpkin. You're my sweetie pie. You're my cupcake, gumdrop, snickums, spickums. You're the apple of my eye. And I love you so, and I want you to know that I'll always be right here. And I love to sing 2 songs to you because you are so dear. Not believe your eyes if 10 million fireflies lit up the world as I fell asleep. 'Cause they fill the open air and leave teardrops everywhere. You'd think me rude, but I would just stand and stare. I'd like to make myself believe that planet Earth turns slow. It's hard to say that I'd rather stay awake when I'm asleep, 'cause everything is never as it seems. 'Cause I'd get 1,000 hugs from 10,000 lightning bugs as they tried to teach me how to dance. A foxtrot above my head, a sock hop beneath my bed, a disco ball is just hanging